ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കുള്ള രാഷ്ട്രീയ പിന്തുണ തുടരാൻ PDP കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചു. പാർട്ടി നേതൃയോഗ തീരുമാനത്തിന് ചെയർമാൻ അബ്ദുൽ നാസർ മദനി അംഗീകാരം നൽകി. BJPയുടെ നേതൃത്വത്തിലുള്ള ഫാസിസ്റ്റ് ഭരണകൂടം ഉയർത്തുന്ന ജനാധിപത്യ വെല്ലുവിളിയാണ് ഈ തെരഞ്ഞെടുപ്പിലെ സുപ്രധാന വിഷയം. മറ്റെന്തിനേക്കാളും രാജ്യത്തിൻ്റെ ഭരണഘടനയും മതേതരത്വവും ബഹുസ്വരതയും നിലനിൽക്കുക എന്നത് രാജ്യഭാവിക്ക് അനിവാര്യമാണ്. രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ BJP ഭരണത്തിൽ തകർന്നിരിക്കുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതുന്നു. ഭരണഘടനാ സ്ഥാപനങ്ങൾ ഫാസിസ്റ്റ് വൽക്കരിക്കപ്പെടുന്നു. തൊഴിലില്ലായ്മയും വിലക്കയറ്റവും രൂക്ഷമായി. ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ പരിഗണിക്കാതെ വർഗീയതയും വിദ്വേഷവും ഭരണകൂടം തന്നെ പ്രചരിപ്പിക്കുകയാണെന്നും പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കി ജനതയെ വിഭജിക്കാൻ ശ്രമിക്കുന്നുവെന്നും ഈ സാഹചര്യങ്ങളിൽ ഫാസിസത്തോട് സന്ധിയാകാത്ത നിലപാട് സ്വീകരിക്കാൻ ഇടതു മതേതര ചേരി ശക്തിപ്പെടേണ്ടതുണ്ടെന്നും PDP വിലയിരുത്തുന്നു. എറണാകുളം ടൗൺ ഹാളിൽ ചേർന്ന PDP സംസ്ഥാന നേതൃയോഗത്തിനു ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപന സമ്മേളനത്തിൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് മുട്ടം നാസർ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ വർക്കല രാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ TA മുഹമ്മദ് ബിലാൽ തിരഞ്ഞെടുപ്പ് നിലപാട് പ്രഖ്യാപിച്ചു. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ BJP ഭരണത്തിൽ തകർന്നിരിക്കുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുന്നു. ഭരണഘടനാ സ്ഥാപനങ്ങൾ ഫാസിസ്റ്റ് വൽക്കരിക്കപ്പെടുന്നു. തൊഴിലില്ലായ്മയും വിലക്കയറ്റവും രൂക്ഷമായി. ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ പരിഗണിക്കാതെ വർഗീയതയും വിദ്വേഷവും ഭരണകൂടം തന്നെ പ്രചരിപ്പിക്കുന്നു. മതേതര ഇന്ത്യയെ മതരാഷ്ട്രമാക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. ഈ സാഹചര്യത്തിൽ ശക്തമായ ജനാധിപത്യ ബദൽ അനിവാര്യമായിരിക്കുന്നു. 90കളിൽ ബാബരി ധ്വംസനത്തിന്റെയും ഫാസിസം ഉയർത്തിയ സാമൂഹ്യ വെല്ലുവിളികളുടെയും പശ്ചാത്തലത്തിൽ അരക്ഷിതാവസ്ഥയിലേക്കും ജനാധിപത്യ വിരുദ്ധതയിലേക്കും വഴിമാറിപ്പോകുമായിരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ യുവതലമുറയെ ജനാധിപത്യ മാർഗത്തിൽ ഒരുമിപ്പിച്ച് നിർത്തിയതും ഇന്ത്യൻ സാമൂഹ്യ സാഹചര്യത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ദലിത് പിന്നോക്ക മതന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശ പോരാട്ടങ്ങൾക്കും മുന്നേറ്റത്തിനും വേണ്ടി അതിശക്തമായി നിലകൊള്ളുകയും ചെയ്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് PDP. ഇന്ത്യൻ സാഹചര്യത്തിൽ സംഘപരിവാർ ഫാസിസ്റ്റ് വിരുദ്ധ നിലപാടായി സ്വീകരിച്ചിട്ടുള്ള താരതമ്യേന ശക്തമായ രാഷ്ട്രീയ ബദൽ എന്ന നിലയിൽ ഏറെ കാലങ്ങളായി ഇടതുമതേതര ചേരിയെ ശക്തിപ്പെടുത്തുക എന്ന നിലപാടാണ് പാർട്ടി സ്വീകരിച്ചു വരുന്നത്. മുന്നണിയുടെ നയങ്ങളോടും നിലപാടുകളോടും ഇടതു ഭരണകൂടം കൈക്കൊള്ളുന്ന പല തീരുമാനങ്ങളോടും പാർട്ടിക്ക് വിയോജിപ്പുണ്ടായിട്ടുണ്ട്. അത്തരം തീരുമാനങ്ങൾക്കെതിരെ ജനാധിപത്യ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നത് തുടരുകയും ചെയ്യും. പാർട്ടിയുടെ അസ്തിത്വവും പ്രത്യയശാസ്ത്ര നിലപാടുകളും തിരിച്ചറിയുകയും ജനാധിപത്യ പ്രവർത്തനങ്ങൾക്ക് അവസരവും അംഗീകാരവും നൽകിയ രാഷ്ട്രീയ സംവിധാനമാണ് ഇടതുമുന്നണി എന്നുകൂടി അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ കാരണമായിട്ടുണ്ട്. മതേതര കക്ഷികളുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി BJPക്കെതിരെ രാഷ്ട്രീയ ബദലിന് ശ്രമിക്കുന്നത് ജനാധിപത്യ ഇന്ത്യ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. അതിൽ സംഘപരിവാരത്തോടും BJPയോടും രാഷ്ട്രീയ സന്ധി ചെയ്യാത്ത ഇടതുമുന്നണി രാജ്യത്തെ പ്രധാന കക്ഷിയായി നിലനിൽക്കേണ്ടതുണ്ട്. PDP കേന്ദ്ര കമ്മിറ്റിയും തെരഞ്ഞെടുപ്പ് സമിതിയും വിലയിരുത്തി ഈ സാഹചര്യത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കുള്ള രാഷ്ട്രീയ പിന്തുണ തുടരാൻ PDP കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചു. പാർട്ടി നേതൃയോഗ തീരുമാനത്തിന് ചെയർമാൻ അബ്ദുൽ നാസർ മദനി അംഗീകാരം നൽകിയ വിവരം ഏവരെയും അറിയിക്കുന്നു. കൊച്ചി കോർപ്പറേഷൻ മേയറും CPM നേതാവുമായ അഡ്വക്കേറ്റ് M അനിൽകുമാർ, PDP വൈസ് ചെയർമാൻമാരായ M സിയാവുദ്ദീൻ, ശശി പൂവഞ്ചിന, ജനറൽ സെക്രട്ടറിമാരായ VM മലിയാർ, മുഹമ്മദ് റജീബ്, അജിത് കുമാർ ആസാദ്, മൈലക്കാട് ഷാ, മജീദ് ചേർപ്പ്, സംസ്ഥാന ട്രഷറർ ഇബ്രാഹിം തിരൂരങ്ങാടി, സെക്രട്ടറി സലീം ബാബു, രാജി മണി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, എറണാകുളം.